അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം സശ്രദ്ധം ശ്രദ്ധിക്കുന്ന സുമനസ്സുകളെ, നമ്മുടെ ബഹുസ്വര ഇന്ത്യയിൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ദിശാബോധം നൽകുന്ന ഒരായത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ 2-ാമത്തെ ആയത്ത്. തആബനു അലൽ ബിരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്നാണ്. ഇന്ന് നമ്മളിവിടെ ഒരു പ്രമേയമായിട്ട് ഉയർത്തിക്കാണിച്ചിട്ടുള്ള വിഷയം ലിബറൽ ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൻ്റെ നടുവൊടിക്കുന്ന ഒരു ആയത്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂക്തം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പല രൂപത്തിലുള്ള നൂതന ചിന്തകൾ അധികാരം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിർവചിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കൃത്യമായി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്ലാം അതിന് കൃത്യമായ മറുപടികൾ നൽകുമ്പോൾ അതിലൊക്കെ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വലിയ വിഭാഗവും നമ്മളുടെ ചുറ്റുഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെയെല്ലാം വളരെ മനോഹരമായ നിലക്ക് ഇസ്ലാമിൻ്റെ സുന്ദരമായിട്ടുള്ള ആ ഒരു ആശയം നമ്മൾ എല്ലാ നിലക്കും പ്രമാണബദ്ധമായ നിലക്ക് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പലപ്പോഴും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ആളുകൾ അതിൽ അകപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടൊരു ബോധവൽക്കരണം എന്നുള്ള നിലക്കാണ് നമ്മളുടെ സമൂഹത്തിനും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുമൊക്കെ ഇത് സംബന്ധമായിട്ടുള്ള വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാനാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സുന്ദരമായിട്ടുള്ള ഇസ്ലാമിനെ, അതിൻ്റെ റിസൾട്ടുകൾ എന്താണ് എന്നുള്ളത് സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ് ഞാനും നിങ്ങളുമെന്ന് ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ തിന്മകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അജണ്ടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു സമൂഹം നമ്മളുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. സഹോദരങ്ങൾ, അവർക്ക് ഇസ്ലാം ഒരു വെല്ലുവിളിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആ ഒരു നിലക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളിയായിട്ട് അനുഭവപ്പെടുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമായിട്ട് 2 വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പച്ചയായി പറഞ്ഞാൽ ഫാഷിസ്റ്റുകളാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരിൽ വലിയ രൂപത്തിലുള്ള അജണ്ടകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. പ്രകടമായി തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരിൽ വേട്ടയാടുന്നത് പല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അവിടെയെല്ലാം ഒരു സിംബിളൈസേഷൻ ഇരയായിക്കൊണ്ട് മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അത് ഒരു ന്യൂനപക്ഷമാണ് ഇന്ത്യ രാജ്യത്ത്. അവിടെ ഫാഷിസ്റ്റുകൾ അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യസ്നേഹികൾ ആരൊക്കെയാണ്, രാജ്യദ്രോഹികൾ ആരൊക്കെയാണ് എന്ന് അവർ തീരുമാനിക്കുകയാണ്. എന്ന് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ നമ്മുടെ മതപരമായ രൂപത്തിൽ എന്തെങ്കിലും ഒരു വിഷയം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർശ്വവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തുന്ന അവസ്ഥയുണ്ട്. അവരുടെ താടിയുടെ അടയാളം നോക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ അടയാളം നോക്കിക്കൊണ്ട്
ഫാഷിസ്റ്റ് ശക്തികൾ നമ്മുടെ നാട്ടിൽ സിംബിളൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നുള്ളതാണ്. ഇത് മുസ്ലിമുകളുടെ പൊതുവായ നിലക്കുള്ള ഒരു ഇന്ത്യ രാജ്യത്തുള്ള അവസ്ഥയാണ്. ഇതിന് പുറമെയായിക്കൊണ്ട് ഹലാൽ ഫുഡുമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിക്കാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ കേട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകമെന്താ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ പാർശ്വവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈമാനില്ലാത്ത ദുർബലനായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ അവിടെയൊക്കെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നിലക്കുള്ള ചില സംഗതികൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുകയാണ്. അവിടെയാണ് അവർക്ക് ആർജവം നൽകുന്ന രൂപത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ മാധുര്യം എന്താണ്, അതിൻ്റെ മനോഹരത എന്താണ് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഉദാത്തമായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആ ഒരു ബാധ്യത നമ്മൾ തീർത്തു കൊടുക്കുന്നത് സഹിഷ്ണുതയോട് കൂടിയിട്ടാണ്. ആ ഒരു ബാധ്യത നമ്മൾ പൂർത്തീകരിക്കുന്നത് മൗലികമായിട്ടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അതൊന്നും ചോർന്നു പോകാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നാളിതുവരെയായിട്ട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം അതാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അൽഹംദുലില്ലാ ആ ഒരു ദൗത്യവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അവിടെയൊക്കെ എതിരാളികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ നോക്കിക്കണ്ട് അവർക്കെതിരിൽ അനീതിയായ ഒരു സംസാരമോ അനീതിയായിട്ടുള്ള ഒരു ഇടപെടലോ നമ്മൾ നടത്താറില്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് ആമുഖമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തേ കാരണം? ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഫാഷിസ്റ്റുകളാൽ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അവിടെ അനീതിയോടുകൂടി പ്രവർത്തിക്കുന്നില്ല? ഇസ്ലാം വരച്ചു കാണിച്ചിട്ടുള്ള വൃത്തത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിന് യാതൊരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ കൃത്യമായി വൈജ്ഞാനികമായിട്ട് നമ്മൾ പറയുകയും അത് ജീവിച്ച് മാതൃകയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് കാരണം. അതിന് പ്രേരണ നൽകിയത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിമുറക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കണമെന്ന്. എന്നിട്ട് അല്ലാഹ് പറയണത് എന്താ? വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾ നീതി പാലിക്കാതിരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന ഈ വിഷയം സഹോദരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട മാന്യതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു വിഷയത്തെ നമ്മുടെ നേതാക്കന്മാർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വം എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. നമ്മെ കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൗരന് പോലും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച ഒരു വിഷയമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഫാഷിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ നാട്ടിൽ അനീതിയോടുകൂടിയിട്ട് മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ കുതിര കയറുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, തിരിച്ച് അതേ രൂപത്തിൽ മറുപടി കൊടുക്കേണ്ട ആളുകളെല്ലാം നമ്മൾ. നേരെ മറിച്ച് ഈ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് അത് വൈജ്ഞാനികമായിട്ട് ചർച്ചയിലൂടെ അതുപോലെ തന്നെ ഉത്ബോധനങ്ങളിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം. ഇതാ നമ്മൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച, ഇസ്ലാമിൻ്റെ മേൽ ആരോപണങ്ങളുമായിട്ട് കടന്നു വരുന്ന ഫാഷിസ്റ്റുകളോട് നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം. ഇനി രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അത് ഇസ്ലാമിനെ ശത്രു വിഭാഗമായിട്ട് കാണുന്ന ഒരു വിഭാഗം സഹോദരങ്ങളെ, അത് ലിബറൽ ഫാസിസ്റ്റുകളാണ്. അവർ ഗുണകാംക്ഷികളുടെ റോളിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ആളുകളാണ്. ഈ ഫാഷിസ്റ്റുകളുടെ മുമ്പിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ ഞങ്ങളാണ് എന്ന ഒരു ഗുണകാംക്ഷിയുടെ റോളിലാണ് അവർ കടന്നു വരുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്നത് വലിയ വലിയ പ്രയാസങ്ങളാണ് നമുക്ക്. കാരണം എന്താ? പല ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ ഈ സമൂഹത്തിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു വിഭാഗമാണ് അവർ എന്നത് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ഈ ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ലിബറൽ ഫാസിസം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയമാണ്, അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ശബ്ദമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെയും ഒക്കെ പിന്തുണക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം തോന്നിപ്പിക്കുന്നത്, അല്ലേ? ഈ ലിബറൽ എന്ന് പറയുമ്പോൾ അതിലെന്താണ്?
നമ്മളെ സംബന്ധിച്ചൊന്ന് ലിബറലായാൽ എന്താ പ്രശ്നം? ശരീഅത്തിന് വിരുദ്ധമായ നിലക്ക് ലിബറലായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് എന്ന് നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് ഇതിൻ്റെ പുറകിൽ ഇത്തരം അജണ്ടകളുമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരധികാരമാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സ്വഭാവമാണ്. ഞങ്ങൾ പറയുന്നതേ നിങ്ങൾ സ്വീകരിക്കാവൂ, അതിനപ്പുറമായിട്ടുള്ള ഒരു ആശയം അതിവിടെ നിങ്ങൾക്ക് പറയാനുള്ള അധികാരം പോലും ഇല്ല എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഈ സമൂഹത്തെ അവർ എത്തിക്കുകയാണ്. അതുകൊണ്ടാണിത് ലിബറലിസം എന്ന് നമ്മൾ പറയാതെ ലിബറൽ ഫാസിസം എന്ന് പേരിട്ടുകൊണ്ട് തന്നെ ഈ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എന്നുള്ളത് സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു അടിച്ചമർത്തുന്ന ഒരു സമീപനം, ആളുകൾ നിർബന്ധമായിട്ടും ഇത് സ്വീകരിക്കണം ഞങ്ങൾ പറയുന്ന ലിബറൽ ആശയങ്ങൾ എന്നുള്ള ഒരു സമീപനം, അതിന് എതിരായി കൊണ്ടുള്ള ഒരു ബോധവൽക്കരണ സദസ്സാണ് നമ്മൾ കേരളത്തിൽ മുഴുവൻ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ നൽകുന്ന വ്യവസ്ഥകൾ, സഹോദരങ്ങളെ, അത് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്ന്. ഇതാണ് അവർ ചെയ്യുന്നത്. ഇത് മാത്രമേ ശരിയാവുകയുള്ളൂ. അതെല്ലാം തെറ്റാണ്. അത് പറയുന്ന ആളുകളെ പല രൂപത്തിലും മുദ്രയടിച്ചുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫാഷിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ഇവിടെ നമ്മെക്കുറിച്ച്, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കടമെടുത്തുകൊണ്ട് ഇവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. പരമ്പരാഗത വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആളുകളെയൊക്കെ ഹെയ്റ്റ് സ്പീച്ച് ക്യാമ്പയിനുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സാമൂഹികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പലപ്പോഴും മാധ്യമങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭരണത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, യഥാർത്ഥ ഫാസിസ്റ്റുകൾക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്തരം ലിബറൽ ഫാസിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് മുസ്ലിം സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഇതിനെ നേരിടേണ്ട ആളുകളാണ്, ആർജവത്തോടു കൂടി നമ്മൾ നേരിടേണ്ട ആളുകളാണ്. അതിന് വിഷയസംബന്ധമായിട്ടുള്ള അറിവ് ആദ്യം നമ്മൾ സ്വായത്തമാക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സംഘബോധമുള്ള ഒരു കൂട്ടായ്മയുടെ മതമാണ്. എങ്ങനെ? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സംഘബോധമുള്ള ഒരു കൂട്ടായ്മയുടെ മതമാണ്. ഇസ്ലാമിന് നേരെ വരുന്ന എല്ലാ അടിച്ചമർത്തലുകളും ആദർശപരമായിട്ട് നേരിടാൻ പ്രാപ്തമാണ് മുസ്ലിം സമൂഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ധൈര്യത്തോടു കൂടി, മനോഹരമായിക്കൊണ്ട്, താത്വികമായിക്കൊണ്ട് വിമർശനങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന് സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മുസ്ലിം കൈരളി തിരിച്ചറിഞ്ഞിട്ടുള്ള, ഈ ഒരു സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിലുള്ള അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി വരുന്നതിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. സ്വതന്ത്ര ചിന്തയും സദാചാരമില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ യുവാക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് അതിന് പരിഹാരം? എന്താണ് അതിനൊരു ചികിത്സ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്? സഹോദരങ്ങളെ, അതിനുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ മൂല കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ടാണ് നമുക്ക് അതിനുള്ള ഒരു ചികിത്സ പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധാർമ്മികത പഠിപ്പിക്കുന്ന മതമേഖലകളിൽ നിന്നുള്ള യുവാക്കൾ അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ധാർമ്മികത പഠിപ്പിക്കേണ്ട മുസ്ലിം യുവാക്കൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആരാണ് സഹോദരങ്ങളെ ഇവിടെ ധാർമ്മികത പഠിപ്പിക്കേണ്ട ആളുകൾ? അത് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആളുകളാണ്. ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രവും മറ്റുമൊക്കെ പഠിച്ച്, ജിയോഗ്രഫിയൊക്കെ പഠിച്ച്, ഈ വക വിഷയങ്ങളൊക്കെ, ഭൗതികമായിട്ടുള്ള വിജ്ഞാനങ്ങളൊക്കെ നേടിയെടുത്ത ആളുകളാണോ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് മതമാണ് യഥാർത്ഥത്തിൽ
നമുക്ക് ഈ വിഷയസംബന്ധമായിട്ട് മതപഠനത്തിലൂടെയാണ് നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു ബോധം അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് എങ്ങനെ സാധിക്കും? അങ്ങനെ മതപരമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ലിബറൽ ഫാസിസത്തിന് ഒരു വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ മതബോധമുള്ള ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് ബോധപൂർവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് എന്ന് തിരിച്ചറിയണം സഹോദരങ്ങളെ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമതായിട്ട് ബോധവാനാകേണ്ടത് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമസ്കാരത്തിന് പോവുകയും ഇതേ വേദിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർന്നുള്ള സംസാരങ്ങൾ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം ഇസ്ലാമിനെ ശത്രു വിഭാഗമായി കാണുന്ന രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ഫാഷിസ്റ്റുകളാണ്, രണ്ടാമത്തേത് ലിബറൽ ഫാസിസ്റ്റുകളാണ്. ഇതിൽ ഫാസിസ്റ്റുകളുടെ ശത്രുത പ്രകടമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എങ്കിൽ ലിബറൽ ഫാസിസ്റ്റുകൾ മുസ്ലിംകളുടെ നേരെ ഗുണകാംക്ഷികളായി വന്ന് നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ ആചാരത്തെയും ഒക്കെ വക്രീകരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ്. അവിടെ നമ്മൾ യഥാർത്ഥ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സാമൂഹിക നീതിയുടെ പേര് പറഞ്ഞു, ആധുനികതയുടെ പേര് പറഞ്ഞ് സ്വതന്ത്രവാദത്തിൻ്റെ മുഖംമൂടി ധരിച്ച ഈ ആളുകൾ എങ്ങനെയാണ് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ കൺസർവേറ്റീവ് മൂല്യങ്ങൾ അതൊക്കെ ഒരു പ്രാകൃത ലോകത്തേക്കുള്ള ഒരു റിഗ്രസീവായിട്ട്, ഒരു തിരിച്ചുപോക്കായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളാണ്. മതത്തിൻ്റെ ആശയങ്ങളെല്ലാം നോൺ ലിബറലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. മതം മുമ്പോട്ട് വെക്കുന്ന എല്ലാ മൂല്യങ്ങളെയും ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ ആവശ്യം, അത് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടൊരു സമൂഹത്തെ ഈ രൂപത്തിൽ മതവിശ്വാസികളെ, അതിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ സഹോദരങ്ങളെ ഈമാൻ ഉള്ള മതബോധമുള്ള ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഈമാനികമായിട്ടുള്ള വിഷയങ്ങൾ ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കൽ അതിൻ്റെ ഭാഗമാണ് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ലിബറൽ ഫാസിസം എന്ന് പറയുന്നത് ഒരു ഗുണകാംക്ഷികളുടെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുള്ള ഇത്തരം സമൂഹം അല്ലെങ്കിൽ ഇത്തരം ആദർശത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾ അവർ പ്രകടമായി തന്നെ മതവിശ്വാസത്തെ എതിർത്തിരുന്ന ആളുകളാണ്. മുമ്പ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആളുകൾ, അതിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ മതവിശ്വാസത്തിന് എതിരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ബഹുമാന്യനായ EMS നമ്പൂതിരിപ്പാടാണ്. നമുക്കൊക്കെ സുപരിചിതമാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ അടുത്ത് മരണപ്പെട്ട ബഹുമാന്യനായ നേതാവ് കൊടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം എന്താ പ്രഖ്യാപിച്ചത്? മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന്. ഡയലറ്റിക്കൽ മെറ്റീരിയലിസം അംഗീകരിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന്. അതായത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അംഗീകരിക്കുന്ന ആളുകൾക്ക് പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്ന്
സധൈര്യം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അവർ സംസാരിക്കുന്ന വിഷയങ്ങളെ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിനെ കൃത്യമായി കൊണ്ട് തന്നെ അപഗ്രഥിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഇന്ന് മതത്തിനും ഇടമുണ്ട് ഈ കമ്മ്യൂണിസത്തിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ രൂപത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മുമ്പ് പറഞ്ഞ ആളുകളുടെ വാദങ്ങൾ എന്തായിരുന്നു, ആ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് മതത്തിൻ്റെ വക്താക്കൾക്ക് ഇതിലെങ്ങനെയാണ് സ്ഥാനമുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. MC ജോസഫ് വക്കീലിനെ പോലെയുള്ള ആളുകളൊക്കെ മുമ്പ് സൂചിപ്പിച്ചത് എന്താ? അദ്ദേഹം ഒരു മതം, അതിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ കുറേ തത്വങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് ഒരു ഫിലോസഫിക്കൽ സ്പെക്യുലേഷൻ അവർ ഉണ്ടാക്കിയെടുത്തു എന്നാണ്. അതായത് തത്വചിന്തയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ചില ഊഹങ്ങളും അനുമാനങ്ങളും ഒക്കെ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു എന്നാണ് അവരൊക്കെ സമർത്ഥിച്ചത്. അവർ ഇടതുപക്ഷ ചിന്തകരാണ്, അതുപോലെ തന്നെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ്. അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളായിരുന്നു എന്നർത്ഥം. നമ്മൾ ശരിക്കും ആലോചിക്കണം, എന്താ പറഞ്ഞതെന്നതിൻ്റെ അതിൻ്റെ താല്പര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അതിനു മുമ്പ് ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ ആദ്യം ചില തത്വചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചില സ്പെക്കുലേഷനിലൂടെ, അതായത് ഊഹാപോഹങ്ങളിലൂടെ ഈ ഒരു വിഷയത്തെ, മതം എന്ന് പറയുന്നതിനെ ആളുകൾക്കിടയിലേക്ക് കൊടുത്തു എന്നാണ്. അപ്പോൾ പിന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരൊക്കെ വ്യാജവാദികളാണ്. ഞാൻ പ്രവാചകനാണ്, ദൈവം എനിക്ക് ദിവ്യ സന്ദേശം നൽകുന്നുണ്ട് എന്നൊക്കെ കളവായിക്കൊണ്ട് സമൂഹത്തിൽ വാദിച്ച ആളുകളാണ് എന്നാണ് അതിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം അവരോട് അടുത്തിരുന്നില്ല. കാരണം എന്താണ്? ആ ഒരു ആദർശം സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളുകളാണ്. സിംഹഭാഗം വരുന്ന സമൂഹത്തിലുള്ള ആളുകളും മതവിശ്വാസികളായിരുന്നു എന്നർത്ഥം. ഒന്നെങ്കിൽ മുസ്ലിമീങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവർ, അല്ലെങ്കിൽ ഹൈന്ദവർ, അങ്ങനെ മതവിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം ഒരു ആദർശത്തിലേക്ക് പോകാൻ മടി കാണിച്ചിരുന്നു. ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ നയനിലപാടുകളെ ഇകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ ഈ വിഷയം സംസാരിക്കുന്നത്. നേരെ മറിച്ച് താത്വികമായി കൊണ്ട് കമ്മ്യൂണിസം മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പരലോകത്ത് മരണാനന്തരം നമുക്ക് ഉപകാരപ്പെടുമോ ഇല്ലേ എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുക. അത് ഉപകാരപ്പെടുന്നതാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാം, അതല്ലാത്തതാണ് എങ്കിൽ നമുക്ക് പരലോകത്തിന് വേണ്ടിയിട്ട് നമുക്കത് വർജിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുൻകാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ അവരൊക്കെ താത്വിക ചിന്തകന്മാരായിരുന്നു എന്നാണ്. കമ്മ്യൂണിസം മുമ്പോട്ട് വെക്കുന്ന ആ ഒരു സിദ്ധാന്തം അംഗീകരിക്കുന്ന, അത് പുറമേക്ക് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിരുന്ന ആളുകളാണ്. അതിൻ്റെ അനുയായികളായിട്ട് മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ അന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗം വരുന്ന ആളുകളും. ഈ മതവിശ്വാസികളെ ഇന്ന് കമ്മ്യൂണിസത്തിൻ്റെ ആലയത്തിലേക്ക് അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതിനുള്ള പ്രാക്ടിക്കൽ ഉത്തരം എന്താണെന്ന് അറിയും. അതിനുള്ള പ്രാക്ടിക്കൽ ഉത്തരം അത് ക്രിറ്റിക്കൽ സ്പിരിച്വാലിറ്റിയാണ് എന്നതാണ് അതിനുള്ള ഉത്തരം. വിമർശനാത്മക ആത്മീയത എന്നാണ് അതിന് മലയാളത്തിൽ ഇവരെ തന്നെ എഴുതി വച്ചിട്ടുള്ളത്. വിമർശനാത്മക ആത്മീയത. എന്താണ് ഈ ക്രിറ്റിക്കൽ സ്പിരിച്വാലിറ്റി? ഫ്രാങ്ക്ഫോർട്ട് സ്കൂളിലെ ഒരു സംഘം ജർമ്മൻ സ്കോളേഴ്സ് 20-ാം നൂറ്റാണ്ടിൽ ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഫ്രെയിംവർക്കായിട്ട് അവർ മുമ്പോട്ട് വെച്ച ഒരു ആശയമാണ് ഈ ക്രിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റുകൾ സമൂഹത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ആത്മീയ മേഖലയിൽ നിന്നാണ് എങ്കിലും അത് തടയപ്പെടേണ്ടതാണ്. എന്നാൽ സ്വകാര്യമായിട്ട് ഒരു വ്യക്തിക്ക് അവരുടെ ഏത് വിശ്വാസവും ഏത് ആചാരവും വെച്ച് പുലർത്താം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയ സംബന്ധമായിട്ട് കേരളത്തിലെ യുവ സാംസ്കാരിക വിമർശകരിൽ ശ്രദ്ധേയനായിട്ടുള്ള മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തിൽ പ്രസംഗങ്ങളും പുസ്തകങ്ങളുമൊക്കെ രചിച്ചിട്ടുള്ള സുനിൽ പി ഇളയിടം മാഷ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഭാഷാ വൈഭവം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ സഹോദരങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, അദ്ദേഹം പുറത്തിറക്കിയ DC ബുക്സ് പുറത്തിറക്കിയ മൈത്രിയുടെ ലോകജീവിതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മൈത്രിയുടെ ലോകജീവിതം. അതിലൊരു അധ്യായം തന്നെ വിമർശനാത്മക ആത്മീയത
ഇടതുപക്ഷ വിചാരങ്ങൾ എന്നാണ് ആ ഗ്രന്ഥത്തിലുള്ള അതിലെ ഒരു ഹെഡിങ് തന്നെ. അവിടെ എന്താണ് ഈ വിഷയ സംബന്ധമായിട്ട് പറയുന്നത്? ഈ വിഷയ സംബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലെ 104 പേജ്. അതിൽ മതജീവിതവുമായി ഇടതുപക്ഷത്തിനുള്ള ബന്ധം എന്താണ്? നോക്കണേ, ശ്രദ്ധിക്കണം. മതജീവിതവുമായി ഇടതുപക്ഷത്തിനുള്ള ബന്ധം എന്താണ്? ഏറെ പഴക്കമുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ സംഭവം എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ട് അതിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. പഴയ ചോദ്യത്തിന് പഴയ ചില ഉത്തരങ്ങളുണ്ട് എന്ന് 105 പേജിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. പഴയ ആ ചോദ്യത്തിന് പഴയ ചില ഉത്തരങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവയെ ഇങ്ങനെ വർഗീകരിക്കാം. എന്നിട്ട് 4 അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നു. അത് നമ്മളൊന്ന് കേൾക്കണം. ഒന്നാമത്തേത് എന്താ? മതം ആളുകളുടെ അറിവില്ലായ്മയുടെയും അന്ധമായ വിശ്വാസങ്ങളുടെയും ഉൽപ്പന്നമാണ്. ഇടതുപക്ഷം അതുമായി യാതൊരുവിധ വിനിമയങ്ങൾക്കും മുതിരേണ്ടതില്ല. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സ്രോതസ്സായ മതങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുക മാത്രമാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്ന്. ഇത് യുക്തിവാദ ശാസ്ത്രവാദ നിലപാടാണ് എന്ന് അദ്ദേഹം പറയാം. അതായത് ആരുടെ നിലപാടാണ്? മതത്തെ എല്ലാ നിലക്കും എതിർക്കണമെന്നുള്ളത് യുക്തിവാദികളുടെയും ശാസ്ത്രവാദികളുടെയും നിലപാടാണ് എന്ന് ഒന്നാമത്തെ വർഗീകരണമായിക്കൊണ്ട് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നു. ഇനി രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം അടിസ്ഥാനപരമായി മതവിരുദ്ധവും ദൈവവിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ മതവുമായി ഇടതുപക്ഷക്കാർ യാതൊരുവിധ വിനിമയത്തിനും മുതിരേണ്ടതില്ല. ഇടതുപക്ഷം മതജീവിതത്തിൽ ഇടപെടുകയോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ ചെയ്യുന്നത് മതത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. ഇതാരാ പറയണത്? നാനാതരം മതമൗലികവാദികളുടെയും വർഗീയവാദികളുടെയും നിലപാടാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഇടതുപക്ഷം എന്ത് ചെയ്യേണ്ട? മതത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന ഒരു നിലപാട്. അത് മതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന. അതുകൊണ്ട് മതകാര്യങ്ങളിൽ ഇടതുപക്ഷം ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നത് മതമൗലികവാദികളുടെ നിലപാടാണ്, വർഗീയതയുടെ നിലപാടാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇനി മൂന്നാമത്തേതോ? 3, മതം വ്യക്തികളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിന് പൊതുജീവിതത്തിൽ യാതൊരുവിധ സ്ഥാനവുമില്ല. വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ മതത്തെ ഒതുക്കി നിർത്താൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ശ്രമിക്കണം. ലിബറൽ മതനിരപേക്ഷ നിലപാട് ഇതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എങ്ങനെ? ലിബറൽ മതനിരപേക്ഷ നിലപാട് എന്താണ്? വ്യക്തികൾ അവരുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നായിട്ടാണ് മതത്തെ കൊണ്ടു നടക്കേണ്ടത് എന്ന്. പൊതുജീവിതത്തിലേക്ക് അത് യാതൊരു സ്ഥാനവുമില്ല. പൊതുജീവിതത്തിലേക്ക് മതത്തെ വലിച്ച് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ് മൂന്നാമത്തേത്. ഇതാണ് ലിബറൽ മതനിരപേക്ഷ നിലപാട് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതു മണ്ഡലങ്ങളിലേക്ക് മതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ വിഷയങ്ങൾ തർക്കമായി ചർച്ചയായിട്ടൊക്കെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അതെന്താവും? അതിനെ എതിർക്കണം. എല്ലാ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അതിനെ എതിർക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നാലാമത്തേതോ? 4, മതം ആചരിക്കുന്നതിലോ മതത്തിൽ വിശ്വസിക്കുന്നതിലോ തെറ്റൊന്നുമില്ല. അത് ഇതര മതവിശ്വാസങ്ങൾക്കും മതവിശ്വാസികൾക്കും എതിരായി തീരാത്തിടത്തോളം മതങ്ങൾ സ്വീകാര്യമാണ്. അത്തരം മതവിശ്വാസത്തോട് എതിർപ്പില്ല എന്ന്. ഇത് ആരുടെ നിലപാടാണ്? ഭരണകൂട മതനിരപേക്ഷ നിലപാടാണ് ഇത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാ, മേൽ പറഞ്ഞവയിൽ 3ഉം 4ഉം ഉത്തരങ്ങളിൽ കാണുന്ന ആശയങ്ങളെയോ അവയുടെ ഭിന്ന രൂപങ്ങളെയോ ആണ് ഇടതുപക്ഷം തങ്ങളുടെ മതദർശനമായി സ്വീകരിച്ചു വരാറുള്ളത്. ഒന്നാമത്തെ ഉത്തരത്തിന് പിന്നിലെ താർക്കിക യുക്തിവാദി സമീപനത്തെ ചരിത്ര വിവേകമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ പിൻപറ്റാറില്ല. നോക്കണേ, യുക്തിവാദികൾ അന്ധമായിട്ടുള്ള മതവിരോധത്തെ ഇടതുപക്ഷം പിൻപറ്റാറില്ല. അപ്പം മതത്തിന് ഒരു ഇടമുണ്ട് എന്നുള്ള രൂപത്തിലേക്ക് ശരിക്ക് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തത്തെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് സുനിൽ മാഷ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രവർത്തിക്കുന്ന ഭൗതിക ശക്തികളിൽ ഒന്നാണെന്നും അതിനെ തർക്കിച്ച് ഇല്ലാതാക്കാൻ ആകില്ല എന്നുമുള്ള തിരിച്ചറിവ് സമൂഹ ജീവിതത്തിൽ പങ്കുചേരുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് പൊതുവേയുണ്ട്. ചുരുക്കം ചിലർ യുക്തിവാദ നിലപാടുകൾ പിൻപറ്റുന്നുണ്ട് എങ്കിൽ പോലും എന്ന് സുനിൽ പി ഇളയിടം മാഷ് ഇവിടെ തുറന്നു പറയുകയാണ്. നമ്മളത് ആലോചിച്ച് നോക്കി. ഈ ഒരു ബോധം വരുന്നത് എപ്പോഴാണ്? മതവിശ്വാസികൾ അവരകറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അധികാരത്തിലേക്ക് കയറി വരാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് മതവുമായിട്ട് ലയിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ആശയത്തെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും യുക്തിവാദ സമൂഹത്തെ അദ്ദേഹം വിമർശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, ഇത് സംബന്ധമായിട്ടുള്ള ലേഖനങ്ങൾ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് ആരാം? ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് KFTF ആണ്, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം. ഇദ്ദേഹത്തിൻ്റെ ഇതേ വിഷയത്തിലുള്ള ഒരു പ്രസംഗം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഇതേ നിലക്ക് മതത്തെ സ്വീകരിക്കുന്ന രൂപത്തിൽ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമൊന്നും മതത്തിന് എതിരല്ല, അതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു പ്രയാസവുമില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള ഈ വിഷയ സംബന്ധമായിട്ട് അധികം ധാരണയില്ലാത്ത ആളുകൾ അവർ ചൂണ്ടയിടുന്നതിൽ പോയി കൊത്താനിടയുണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ അപകടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുനിൽ മാഷ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസത്തിൻ്റെ താത്വിക ആചാരനൊന്നുമല്ല. EMS നമ്പൂതിരിപ്പാടിനെ പോലെ നേരത്തെ അതുപോലെ തന്നെ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനൊക്കെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഈ വക വിഷയങ്ങളിൽ ആത്മാർത്ഥമായി കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്താണ് എന്നുള്ളത് അത് നേർക്കുനേരെ പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് എന്നർത്ഥം. 1980കളിൽ ശരീഅത്തിനെ എതിർത്ത ആളുകളാണ് ഇവർ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? മുത്തലാഖ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ ശരീഅത്തിന്റെ നിയമങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകസഭയിൽ ശബ്ദമുയർത്തിയ ആളുകളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകളെന്ന്. ഒരു കാലത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് കാലക്രമേണ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മതത്തിൻ്റെ സംരക്ഷകരാണ് എന്നുള്ള റോളിൽ, ഗുണകാംക്ഷിയുടെ ഒരു റോളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഒരു മാറ്റം മതവിശ്വാസം അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് മതം ഇടപെടരുത് എന്ന് പറയുന്നതിനെ വേദനയോടുകൂടിയിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവരെ അംഗീകരിക്കാൻ സാധിക്കുക? എന്താണ് യഥാർത്ഥത്തിൽ വാദം? ഇവർ പറഞ്ഞു വരുന്നത് മതവിശ്വാസത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും, അതിലൊരു പ്രയാസവുമില്ല. മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ജൈനനായാലും സിഖുകാരനായാലും ആരായാലും അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ ഒരു പ്രയാസവും കമ്മ്യൂണിസത്തിനില്ല എന്നാണ്. പക്ഷേ എന്താകരുത്, പൊതുമണ്ഡലങ്ങളിലേക്ക് അതുമായിട്ട് നിങ്ങൾ കടന്നു വരരുത് എന്ന്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വെക്കണം എന്നുള്ളതാണ് ഇവിടെ ആ സഹോദരങ്ങളുടെ നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത്. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു ചർച്ചാ വിഷയം പ്രസക്തമാകുന്നത്. ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അത് പൊതുസ്ഥാപനമാണ്. ആ പൊതുസ്ഥാപനങ്ങളിലേക്ക് മതത്തിൻ്റെ വേഷം ധരിച്ചു വരുന്ന ആളുകളുണ്ട്, മതത്തിൻ്റെ അടയാളങ്ങൾ ധരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്തരം പൊതുസ്ഥാപനങ്ങളിലേക്ക് മതത്തിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് വരുന്നത്? മുസ്ലിംകളായിട്ടുള്ള ആളുകൾ അവർ പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വരുന്നു, അതുപോലെ തന്നെ പൊട്ടു തൊട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്, കുരിശ് ധരിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. ഇതിനൊക്കെതിരെ കേസ് കൊടുത്ത ആളുകളുണ്ട്. മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയിക്കൊണ്ട് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി അതിൽ ഇടപെട്ടു, കോടതിയുടെ വിധി വന്നു. അത് മൗലികമായിട്ടുള്ള നമ്മളുടെ അവകാശമാണ് എന്നാണ് കോടതി അതിൽ നിരീക്ഷിച്ചത്, അല്ലേ? മൗലികമായിട്ട് ഇന്ത്യയിലെ ഒരു പൗരന്റെ അവകാശമാണ്. അങ്ങനെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടയാളങ്ങളുമായിട്ട് അത്തരം പൊതുസ്ഥാപനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലെന്തില്ല, അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ തെറ്റില്ല എന്ന് പറയുമ്പോൾ കോടതി നിരീക്ഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ എന്താണെന്നറിയോ? ഒന്ന്, പബ്ലിക് ഓർഡർ നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. സമൂഹത്തിൽ പൊതുമണ്ഡലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പബ്ലിക് ഓർഡർ, ക്രമസമാധാന വിഷയങ്ങൾ അത് നമ്മൾ പാലിക്കണം. ക്രമസമാധാനം അവിടെ അതിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന്. ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, നഗ്നനായിക്കൊണ്ട് റോഡിലൂടെ നമുക്ക് ഓടാൻ സാധിക്കുമോ? ഒരു വസ്ത്രവും ധരിക്കാതെ? അത് കേസെടുക്കും പോലീസ്. എന്തുകൊണ്ടാണത്? പബ്ലിക് ഓർഡറിനെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പർദ്ദ ധരിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം വനിതകൾ, അതുപോലെ തന്നെ മതത്തിന്റെ അടയാളങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ ഈ സമൂഹത്തിൽ, അതുമായിട്ടൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ
അവിടെ പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്ന ഒന്നുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ക്രമസമാധാനത്തെ ബാധിക്കാത്ത ഇങ്ങനെ ഒരു വിഷയം കാണുമ്പോൾ എന്താണ് പൊതുബോധം ഇന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇത് ഒരു അസഹിഷ്ണുതയോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന ഒരു വർഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമായിട്ട് അവശേഷിക്കുന്ന വിഷയം എന്തുമാത്രം വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അത് അപകടമായിട്ട് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ് കോടതി നിരീക്ഷിക്കുന്നത്? അത് മൊറാലിറ്റിയെ ബാധിക്കരുത് എന്നതാണ്. എന്താ മൊറാലിറ്റിയെ ബാധിക്കരുത് എന്ന് പറയുന്നത്? ചാനൽ ചർച്ചകളിലൊക്കെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ജനത മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു മൊറാലിറ്റി ഉണ്ട്. ആ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ബാധിക്കുന്ന രൂപത്തിൽ വൈദേശികമായിട്ടുള്ള വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അത് എന്തല്ല, അത് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മൊറാലിറ്റിയെ ബാധിക്കുന്ന എന്ത് വിഷയമാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട മുസ്ലിം വിഭാഗം ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്നത്? ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഈ വക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് പിന്നോക്കമായിട്ട് നിർത്താനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയ യഥാർത്ഥത്തിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ കടന്നു വന്നിട്ടുള്ളത്. അല്പവസ്ത്രം ധരിച്ച് തുള്ളിച്ചാടുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോകരുത് എന്നത് ഒരു വിഷയം നോക്കിയേ. അല്പവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സംസ്കാരത്തിന് എതിരെ സംസാരിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ചാനൽ ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് തുടർന്നുള്ള സംഭാഷണം നിങ്ങൾക്ക് അത് ഏറെ വിജ്ഞാനപ്രദമായിട്ട് ആ വിഷയം നിങ്ങൾക്ക് ലഭിക്കും. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടന, സഹോദരങ്ങളെ, ഇന്ത്യയിലെ ഭരണഘടനയിലെ നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കേണ്ടത് അത് കോടതികളാണ്. അത് വ്യാഖ്യാനിക്കേണ്ടത് കോടതികളാണ്. ആ കോടതികൾ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിസത്തിന്റെ താത്വിക ആചാര്യന്മാർ അവരുടെ അളവുകോൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വ്യാഖ്യാനിച്ച് അതിനെ സമ്മർദ്ദമുണ്ടാക്കിക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകരുത് എന്നുള്ളതാണ്. ആ യാഡ് സ്റ്റിക്ക് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നിയമങ്ങളുടെ യാഡ് സ്റ്റിക്ക് അത് കോടതി നിരീക്ഷിക്കുന്ന നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിവക്ഷിക്കുന്നത് പോലെയല്ല ഈ മൂന്നും. നമ്മൾ തിരിച്ചറിയണം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾ വിവക്ഷിക്കുന്നത് പോലെ, അവർ മുമ്പ് പഠിപ്പിച്ചതുപോലെ, അവർ വിശ്വസിക്കുന്നത് പോലെയല്ല ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് വ്യവസ്ഥകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മതേതരത്വം എന്ന് പറയുന്ന സെക്കുലർ കാഴ്ചപ്പാട്, സഹോദരങ്ങളെ, എന്താണ് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്? ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ഇന്ത്യയിൽ വിഭാവനം ചെയ്യാത്ത ഒരു മതേതരത്വ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാ ആചാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടമെടുത്ത് ജീവിക്കണം, അങ്ങനെ നല്ല സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രൂപത്തിലേക്കാണ് അതിനെ വിശദീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആചരിക്കാം, മുസ്ലിമിന് മുസ്ലിമിൻ്റെ മതം ആചരിക്കാം. അത് എങ്ങനെയാണ്? അത് ആചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാറ്റിലും പോയിട്ട് നമ്മൾ അതിൽ പങ്കുകാരാകണം എന്നുള്ളത് ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യയുടെ ഒരു സെക്കുലർ കാഴ്ചപ്പാട് അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, ഇവിടെ ഇന്ത്യയിലെ സെക്കുലർ കാഴ്ചപ്പാട് എന്താ? എല്ലാ മതങ്ങളോടും ഒരേ നിലപാടാണ്. എല്ലാ മതങ്ങൾക്കും മതസ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ വരെ ശബ്ദമുയർത്താൻ അനുവാദം നൽകുന്നതാണ് ഇന്ത്യയിലെ സെക്കുലറിസം എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. എങ്ങനെയാണ് രാഷ്ട്രീയ മേഖലയിൽ വരെ ശബ്ദമുയർത്താൻ അനുവാദം നൽകുന്ന, ആർക്കനുവാദം നൽകുന്ന
മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക്, മതപ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് വരെ അതിന് അനുവാദം നൽകുന്ന ഒരു നിലപാടാണ് എല്ലാ മതങ്ങളോടും ഇന്ത്യ രാജ്യം സ്വീകരിച്ചിട്ടുള്ളത് എന്ന ഈ കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കും? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു കാഴ്ചപ്പാട്. ഇവിടെ ഈ പറഞ്ഞ ഇന്ത്യയുടെ യഥാർത്ഥ സെക്കുലറായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് നമ്മളിവിടെ സുനിൽ മാഷ് അവിടെ എഴുതി വച്ച ഒരു കാര്യം വായിച്ചു, അത് നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, മതം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന ആജ്ഞാപനം നമ്മുടെ നാട്ടിൽ നിന്നാണ് വന്നത്, ഇല്ലേ? ഈ അടുത്ത കാലത്ത് സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താ നമ്മൾ കേൾക്കുന്നത്? മതം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട, മതം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരായിട്ടുള്ള ആളുകൾ. ഇതാണോ ഇന്ത്യയുടെ സെക്കുലർ കാഴ്ചപ്പാട്? മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസമായിക്കൊണ്ട്, രാഷ്ട്രീയത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു അതിക്രമമായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എപ്പോഴും ഒരു മതവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ആദർശമുള്ള ആളുകൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഇതാണോ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന സെക്കുലർ കാഴ്ചപ്പാട് എന്ന. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വ നിലപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ അവർക്കിത് സംസാരിക്കാനുള്ള അവകാശമില്ല. കാരണം അത് താത്വികമായിട്ട് അംഗീകരിക്കുന്നില്ല, പ്രായോഗിക മണ്ഡലത്തിൽ അത് അംഗീകരിക്കുന്നില്ല. പൊതുമണ്ഡലത്തിലേക്ക് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്കുച്ചരിച്ചു കഴിഞ്ഞാൽ അവരെ എന്തു ചെയ്യുക? അവർ താലിബാനികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ് എന്ന. സഹോദരങ്ങളെ, ആരെക്കുറിച്ചായി പറയണേന്നറിയോ? നമ്മുടെ നാട്ടിൽ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്തുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന മുജാഹിദുകളായിട്ടുള്ള ആളുകളുടെ നേരെ താലിബാനിസം ആരോപിക്കുകയാണ്, തീവ്രവാദം ആരോപിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ എന്തുമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടാണ് എന്നറിയോ? മുസ്ലിംകൾക്കിടയിൽ തീവ്രവാദത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അംശം കടന്നു വരുന്നുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും വളരെ കർക്കശത്തോടു കൂടിയിട്ട് ശാഖ മുതൽ സംസ്ഥാനം വരെയുള്ള മണ്ഡലങ്ങളിൽ ക്ലാസുകൾ എടുത്തുകൊണ്ട് ആളുകളെ പഠിപ്പിക്കുക നമ്മൾ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഈ വിഷയ സംബന്ധമായിട്ടൊക്കെ ധാരാളമായിക്കൊണ്ട് പൊതുമണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇവർ തീവ്രവാദികളാണ്, ഇവർ താലിബാനികളാണ്, ഇവർ ഭീകരവാദികളാണ്, ഇന്ത്യ രാജ്യത്തിന് ഇവർ ആപത്താണ് എന്ന്. സഹോദരങ്ങൾ, എത്ര വേദനയുണ്ട് ഇത് കേൾക്കുമ്പോൾ, എത്ര വേദനയുണ്ട് ഇത് കേൾക്കുമ്പോൾ. നമ്മൾ RSSനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഫാഷിസ്റ്റുകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിംകളുടെ ഒട്ടും വാങ്ങിപ്പോയ ആളുകളാണ് ഇന്ന് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ രൂപത്തിൽ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് നമുക്ക് നേരെ പരിഹസിക്കുന്നത്. ഇത് വേദനയോടുകൂടിയാ പറയുന്നത്. സഹോദരങ്ങളെ, മതേതരത്വം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വിഭാഗക്കാർ അവർ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 1958-59 കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമരമാണ് വിമോചനം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് അത്. ആ ഒരു പ്രതിജ്ഞയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയമാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും ഒക്കെ. അത് ഒരിക്കലും തന്നെ അതിനെ നിഷ്ഫലമാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സിദ്ധാന്തം, ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം, എന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമുകളെ പഠിപ്പിക്കുകയാണ്. രാഷ്ട്രീയം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയ മേഖലകളിലേക്ക് മതം കടന്നു വരേണ്ട ആവശ്യമില്ല എന്ന് ഇവർ പറയാണ്. ആ പറയുന്നതോട് കൂടിയിട്ട് തന്നെ സഹോദരങ്ങളെ, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവും അതുപോലെ തന്നെ സെക്കുലറിസത്തിൻ്റെ ആത്മാവും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
ഇനി അതിന് പകരമായിട്ട് ഇവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ലിബറൽ ഫാസിസം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, അത് ലോകത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വല്ല ഗുണങ്ങളും നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ലേ. ആരോഗ്യപരമായിട്ട് വൈജ്ഞാനികപരമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. എല്ലാ നിലക്കുമുള്ള ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ യൂത്തും അതുപോലെ തന്നെ സ്റ്റുഡൻസുമൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. ചാനൽ ചർച്ചയിൽ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചകൾ ഇത് സംബന്ധമായിട്ട് ലിബറലിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച കൊണ്ടുവരികയാണ്. എന്തിനാ അത് കൊണ്ടുവരുന്നത്? ലോകത്തൊക്കെ ഈ ആശയങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നിലക്കുള്ള ഒരു ഗുണം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിനുണ്ടായിട്ടുണ്ടോ? ആ ഗുണമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് എങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിലൊരു ഗുണവുമില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ഉപകാരമില്ലാത്ത ആ ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സഹോദരങ്ങളെ നമ്മുടെ കുട്ടികൾ അത് ഇന്ന് ഓരോ സ്ഥലങ്ങളിലും പ്രസംഗിച്ചുകൊണ്ട് ഇത്തരം ബുദ്ധിജീവികളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലിബറലിസത്തിന് ഒരു ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ബൈബിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഭഗവത്ഗീത കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിന് സാധിക്കും. ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിന് സാധിക്കും. ലിബറലിസത്തിൻ്റെ ഒരു പുസ്തകം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുകയില്ല. എന്താ കാരണം? സഹോദരങ്ങളെ, അതിന് അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥയില്ല. മറിച്ച് അത് മുഴുവൻ ദേഹേച്ഛയാണ്. എന്താണ് നമ്മുടെ ദേഹത്തിന് തോന്നുന്നത്, അതിന് എന്താണ് നമ്മുടെ ഇച്ഛയായിട്ട് നമുക്ക് തോന്നുന്നത്, അത് മുഴുവൻ ദേഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അത് ആസ്വദിക്കുക പരമാവധി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ഒരു പ്രമാണമുണ്ട്. ലിബറലിസത്തിൻ്റെ പുരോഗമനവാദത്തിൻ്റെ പ്രയോക്താക്കൾ സമൂഹത്തിൽ നൽകിയ സംഭാവന സഹോദരങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മഹത്തായിട്ടുള്ള വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കാത്ത പലതുമാണ് അതിലുള്ളത് എന്ന ഖേദകരമുണ്ട് ഈ വിഷയം പറയാൻ. നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയാത്ത മ്ലേച്ഛകരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതിൽ സമൂഹത്തിന് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നീതിബോധം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ നിർവചിക്കപ്പെടുന്നതാണ് എന്ന് പിൽക്കാലത്ത് അബദ്ധമായിട്ട് അവർ പിന്നീട് അത് തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഫ്രാൻസിലെ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയുകയാണ്. ഫ്രാൻസിൽ ഇൻസെസ്റ്റ് സെക്സിലോ രക്തബന്ധമുള്ള സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് അനുവദിച്ച ഒരു രാജ്യമാണ് ഈ ലിബറലിസത്തിൻ്റെ പേരിൽ. പക്ഷെ പിന്നീട് അവരെന്താ ചെയ്തത്? പിന്നീട് അതിനെ നിരോധിക്കുക ചെയ്തത്. അതിനെ നിരോധിക്കാനുള്ള കാരണം എന്താ? അതിനെ നിരോധിക്കാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ മുഴുവൻ ആ ദുരന്തങ്ങൾ മുഴുവൻ അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കാണാം ഈ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്. ചൈനയെ പോലെ, റഷ്യയെ പോലെ, കൊറിയയെ പോലെയുള്ള രാജ്യങ്ങൾ. അവരൊക്കെ കുടുംബാസൂത്രണം കൊണ്ടുവന്നു ഒരു പോപ്പുലേഷനിൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിൽ ഒരു കുട്ടി എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും അത് പിൻപറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ആ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ലൈംഗികമായിട്ട് ഒരു കുടുംബ വ്യവസ്ഥയോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ഇണചേർന്ന വിഷയങ്ങളിലൊക്കെ ഇല്ലാതെയായി അരാജകത്വം അവിടെയൊക്കെ വർദ്ധിച്ച അവസ്ഥയിൽ 2 കുട്ടിക്കുള്ള അനുവാദം നൽകി. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പോംവഴിയില്ലാത്ത സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്ത് പല ഭരണാധികാരികളും എൻ്റെ സ്ത്രീകളെ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നത് നമ്മൾ കേട്ടു. നിങ്ങൾ പ്രസവിക്കുവീൻ എന്നാണ് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത്. കൂടുതൽ പ്രസവിക്കുവീൻ. ഗവൺമെൻറ് എന്ത് നൽകാം? നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാം, നിങ്ങൾ കൂടുതൽ പ്രസവിക്കണമെന്ന. സഹോദരങ്ങളെ, അവർ പ്രകൃതിയിൽ ഇടപെട്ടു, അതിൻ്റെ ദുരന്തം അവർ അനുഭവിച്ചു. അതിൻ്റെ ഭാഗമായി കൊണ്ട് വലിയ ഒരു പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമായി. സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ എത്ര കൃത്യമായി കൊണ്ട് ഈ ലോകത്തെ അറിയുന്ന നമ്മയെല്ലാം സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു അല്ലേ? ആ പഠിപ്പിച്ചു തന്നത് ഒരു അഹങ്കാരവുമില്ലാതെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ട ഒരു ദൗത്യം. പക്ഷേ മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഈ ദുനിയാവിൽ ഹ്രസ്വമായിട്ടുള്ള ഒരു ജീവിതം നമ്മളിവിടെ ജീവിക്കണം. ആ ജീവിക്കുന്നത് പരമാവധി ഉല്ലസിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. അതിനൊരു വിലങ്ങായിക്കൊണ്ട് ഒരു തടസ്സമായിക്കൊണ്ട് മതം പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന. ഞങ്ങൾക്കിടയിലൊക്കെ അങ്ങനെ മതം പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾക്കുള്ള ഫീലിങ്സുകളൊക്കെ സപ്രസ്സായി പോകും. പിന്നീട് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് തിന്മകൾ ഉണ്ടാകുന്നത് എന്നുവരെ
പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വിഭാഗം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എന്തൊരു വിരോധാഭാസമാ സഹോദരങ്ങളെ! എങ്ങനെയാണ് ഇതിനെയൊക്കെ ശാസ്ത്രീയമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ ചരിത്രപരമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്നർത്ഥം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലിബറലിസത്തിൻ്റെ വക്താക്കളായിട്ട് ഇന്ന് നമ്മളുടെ യുവതലമുറ മാറുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പുരോഗമനവാദം മുസ്ലിംകൾക്കിടയിൽ പോലും കയറി വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യ. ഈ ലിബറലിസം തലക്ക് പിടിച്ച ഒരു മുസ്ലിം പേരുള്ള ഒരു ആളോട്, അതായത് അവർ വിശ്വാസിയാണോ? അതെ, എന്നാൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ അവർ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയുള്ള ഒരാളെ പിടിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി? മാതാപിതാക്കൾ അങ്ങനെയാണ് എന്നായിരിക്കും അവരുടെയൊക്കെ മറുപടി. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, അങ്ങനെ ഞാൻ മുസ്ലിമായി എന്നാണ് പല ആളുകളും പറയുക. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിമായത്. ഇങ്ങനെ പറയാൻ സാധിക്കുന്ന മുസ്ലിമീങ്ങളെയാണ് നമുക്ക് ആവശ്യമെന്നർത്ഥം. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മളുടെ അഖീദയുമായിട്ട്, ഇസ്ലാമിക പ്രമാണങ്ങളുമായിട്ട് ഏറെ ബന്ധമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ എന്താണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? ആദ്യം ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അത് സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഇസ്ലാം ഈ ഒരു വിഷയത്തിലേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു ഹൈറാർക്കി ഉണ്ട്, അതിന് ഒരു ക്രമമുണ്ട്. അതിന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, ശേഷം പ്രവാചകനെ കുറിച്ച് പഠിക്കണം, വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കണം, ഹദീസുകളെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഒരു ഔലവിയാത്തുണ്ട്, ഒരു ക്രമമുണ്ട് ഇസ്ലാമിന് പറയാൻ. എന്നാൽ യുക്തിവാദികളായിട്ടുള്ള ലിബറലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിലെ ഒന്നാമത്തെ ക്രമത്തിൽപ്പെട്ട പ്രപഞ്ച സൃഷ്ടാവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പലപ്പോഴും തയ്യാറാകാറില്ല. ദൈവമുണ്ടോ ഇല്ലേ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാ? അത് ചർച്ച ചെയ്യാൻ അവർ പലപ്പോഴും തയ്യാറാകാറില്ല. അവർക്ക് താല്പര്യമുള്ളത് എന്താ? ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യണം, കർമ്മശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം, മസാലകളെ കുറിച്ച് ചർച്ച ചെയ്യണം, എന്നിട്ട് പരിഹസിക്കണം. ഇതാ സഹോദരങ്ങളെ, നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ചാനൽ വിചാരണയിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ് അവർ ചോദിക്കുന്ന വിഷയം? അവർ പല കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്. ഇസ്ലാമിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ചില കാര്യങ്ങൾ ഹലാലും, തോന്നുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമുമാണോ എന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ ചാനലുകളിലൂടെ ഈ ചർച്ച നമ്മൾ കേൾക്കുക. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മളൊരു ചോദ്യം ചോദിക്കുക, ഒരു പുരുഷന് ഒരു സ്ത്രീയെ തൊടാൻ പാടുണ്ടോ? ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് തൊടാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറയും ഇല്ല, ഹറാമാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി തൊടുന്നതോ? ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ഒക്കെ തൊടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല ഒരു ഡോക്ടറുടെ അടുക്കൽ പോയാൽ. അപ്പോൾ പിന്നെ നമുക്കത് എന്താവും? അത് നമുക്ക് അനുവദനീയമാകുന്നു എന്ന്. എന്തുകൊണ്ടാണ് അത് അനുവദനീയമാകുന്നത്? ഒരു വ്യക്തിയുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് അനുവദനീയമാകുന്നത്. അതിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച്. അതൊരു കർമ്മശാസ്ത്ര വിഷയമാണ് എന്നർത്ഥം. എങ്ങനെയാണ് ഉത്തരം? അതിന് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തരണം. അത് എന്താണ്, എങ്ങനെയാണ് അത് ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ചർച്ചയായിട്ട് അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് പറയാൻ ഒരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ആ വിഷയം സംസാരിക്കാൻ തരണ്ടേ? ഇതേപോലെ തന്നെ നമ്മൾ ചോദിക്കുക, പലിശ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പലിശ കൊടുക്കാനും വാങ്ങാനും അനുവാദമുണ്ടോ? ഇല്ല, അത് ഹറാമാണ് എന്ന്. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ വ്യവഹാരം നടത്താൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? സഹകരിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? ഇല്ല, ഹറാമാണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ പിന്നെ ബാങ്കുകളിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയും അത് സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ പ്രധാനപ്പെട്ട സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു തരും. അത് മുമ്പ് ഹറാമായത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ ഹലാലാകുന്നത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ അനുവദനീയമാകുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന്. ആ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിൽ വന്നിട്ടുള്ളത്? ആ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ ബുദ്ധി സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ ധീര് സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. മഖാസിദു ശരിയ എന്ന് ഇസ്ലാമിൽ അതിനെക്കുറിച്ച് പറയും. മഖാസിദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ശരിയാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്.
ആ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട മസ്ലഹത്തുകളിൽ പണ്ഡിതന്മാർ ചില വിഷയങ്ങൾ, ഹറാമായി വരുന്ന ചില വിഷയങ്ങൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി അത് പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സന്ദർഭത്തിൽ അത് എന്നേക്കുമായിട്ടല്ല, ആ ഒരു സമയത്തേക്ക് അത് അനുവദനീയമായിട്ട് ഗണിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഇത് മസ്അലകളാണ്, ഇത് ഫിഖഹിയായിട്ടുള്ള കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇത് ചാനൽ ചർച്ചയിൽ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ആ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒബ്ലിഗേഷൻ ഒരു മുസ്ലിമിന് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം അവർ പഠിക്കേണ്ടത്. അതിൻ്റെ മസ്ലഹത്ത് എന്താണ് എന്ന് പഠിക്കണം. എന്നിട്ടാണ് ഈ മസാലകൾ അവിടെ വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുക. ഇതൊക്കെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചർച്ച ചെയ്തിട്ട് അതിലൊക്കെ ഒരു തരം സുഖം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലാണ് ചാനൽ ചർച്ചയിൽ ഇടപെടുന്ന പല ബുദ്ധിജീവികളായിട്ടുള്ള ലിബറലിസത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ചിന്തകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് ലിബറലിസത്തിൻ്റെ ആ ഒരു ആശയം സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥിനികളായിട്ടുള്ള സമൂഹം പറയുകയാണ്, ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങൾക്ക് കുടുംബം വേണ്ട, ഞങ്ങൾക്ക് മക്കൾ വേണ്ട. എന്താ ലിവിങ് ടുഗദറിന് ഒരു പ്രശ്നമെന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു സുഹൃത്തുമായിട്ട് ഇന്നലെ സംവദിച്ചപ്പോൾ ഇതേ ചോദ്യം കേൾക്കാനിടയായി. എന്താണ് ലിവിങ് ടുഗദറിന് ഒരു പ്രശ്നം? ഒരു ആണും പെണ്ണും അവർ സ്വയം തീരുമാനിക്കുകയാണ് ഒരുമിച്ച് കഴിയാൻ. അതിനെന്തിനാ കല്യാണം? അവരാസ്വദിച്ച് ജീവിക്കട്ടെ. എന്തിനാണ് മതം ഒരു തടസ്സമായിക്കൊണ്ട് അതിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന്? സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മുൻകാലങ്ങളിൽ ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് പരിചയമില്ല എങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലിബറൽ ചിന്താഗതി നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിലൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ദൈവനിഷേധ സംഘടനകൾ ബോധപൂർവമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വിദ്യാഭ്യാസ രംഗത്തിലൂടെ നമ്മളുടെ കുട്ടികളുടെ ഇടയിലേക്ക് കുത്തിവെക്കുന്ന ആശയമാണ് എന്നുള്ളത് തെളിവുകൾ സഹിതം നമുക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ളൊരു സംസാരം തുടർന്ന് നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, DPEP എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത് 1995 ആദ്യഘട്ടത്തിൽ കേരളം അത് നടപ്പിലാക്കി. DPEP അത് നടപ്പിലാക്കിയ സംസ്ഥാനം, ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളം. പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ അസമത്വം അത് കുറയ്ക്കണം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, സാമൂഹികമായിട്ടുള്ള നീതി, ഇതൊക്കെ നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇടം പിടിച്ചത്. സഹോദരങ്ങളെ, ഇത് എന്താ പിന്നീട് ചെയ്തത്? പിന്നീട് അവർ ചെയ്തത് നമ്മുടെ മക്കളെയൊക്കെ ദൈവനിഷേധത്തിലേക്ക് എത്തിക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ടൂൾസ് നമ്മുടെ ഗവൺമെൻറ് ത്രൂ അത് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്തത്. ഇതൊക്കെ തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് എന്നർത്ഥം. ഇതൊക്കെ ഫ്രീ തിങ്കേഴ്സ് പോലെയുള്ള നാസ്തിക സമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ കുറച്ചുള്ള അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു സമൂഹം ഇതിനെ പ്രതിരോധിക്കുന്നതായിട്ട് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രതിരോധം എന്ന് പറയുന്നത് റോട്ടിലേക്ക് ഇറങ്ങി സമൂഹത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, മൊത്തത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലല്ല നമ്മുടെ പ്രതിരോധങ്ങൾ. നേരെ മറിച്ച് ഭൗതിക മണ്ഡലത്തിലാണ് നമ്മുടെ പ്രതിരോധം, വൈജ്ഞാനികമായ മേഖലയിലാണ് നമ്മുടെ പ്രതിരോധം. ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ച് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കണം.
മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കണം, അയൽവാസികളോടുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കണം, സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി ഈ സമൂഹത്തെ, ഈ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗ സഹോദരങ്ങളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ പങ്കാളികളായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിൽ ഓരോരുത്തരും വളരെ സജീവമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അത് അനിവാര്യമായുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലേക്ക് പ്രേരണ നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഹാദൽ ഖൈറ ഖസാഇൻ, തീർച്ചയായിട്ടും നന്മകൾ അവ ഖജനാവുകളാണ് എന്ന്. നന്മകൾ എന്ന് പറയുന്നത് അത് ഖജനാവുകളാണ്. വലിതിൽക്കൽ ഖസാഇൻ മഫാത്തിഹ്, ആ ഖജനാവുകൾക്ക് താക്കോലുകളുമുണ്ട്. ഫതൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ മിഗ്ലാഖൻ ലിശ്ശർ, ആരെയാണ് അല്ലാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയിട്ടുള്ളത് അവർക്ക് തൂബായുണ്ട്. വവൈലുൻ ലിൽ അബ്ദി ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിശ്ശർ മിഗ്ലാഖൻ ലിൽ ഖൈർ, ആരെയാണ് അല്ലാഹു തിന്മയുടെ താക്കോലും നന്മയുടെ പൂട്ടുമാക്കിയിട്ടുള്ളത് അവർക്ക് നാശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഖജനാവുകൾക്ക് താക്കോലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, നന്മകൾ എന്ന് പറയുന്നത് അത് ഖജനാവുകളാണ് എന്ന് പറയുമ്പോൾ, ആ തിന്മകൾ അതിനെ താക്കോലുകളാക്കിയിട്ട് തുറന്നു വിടാനുള്ളതാണ്, ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും പൂട്ടിവെക്കാനുള്ളതല്ല. എന്നാൽ പൂട്ടിവെക്കേണ്ടത് എന്താ? നമ്മൾ പൂട്ടിവെക്കേണ്ടത് അത് തിന്മയുടെ താക്കോൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. സമൂഹത്തിലേക്ക് പ്രചരിക്കുന്ന എല്ലാ നിലക്കുമുള്ള തിന്മകളെ അതിനെ പൂട്ടിവെക്കാൻ സഹോദരങ്ങളെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന. അത് സാധിക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആനും ഹദീസുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കേണ്ടതുണ്ട്. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.